ഹലോ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇന്നലെ ഒരു വീഡിയോ ഇന്നലെ 2 ദിവസത്തിന് മുന്നിട്ടാണ് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ സ്ലീവ്ലെസ് ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാനിന്ന് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇത് കപ്പ് വെച്ചിട്ടുള്ള ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് പീസ് മാത്രം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതായത് പ്രിൻസസ് കട്ട് ചെയ്തതിൻ്റെ നല്ല മെറ്റീരിയൽ മാത്രം ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, രണ്ട് ഭാഗവും. അതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും അതേ പ്രിൻസസ് കട്ട് ഞാൻ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ എപ്പോഴും ഇത്തിരി എക്സ്ട്രാസ് വരാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വരാറുണ്ടോ? എനിക്ക് എപ്പോഴും വരാറുണ്ട് കേട്ടോ. താഴത്തോട്ട് ഇത്തിരി 1 ഇഞ്ച് 1/2 ഇഞ്ച് കൂടുതൽ എക്സ്ട്രാ വരാറുണ്ട് സെൻറ്റർ പോർഷൻ. അതുകൊണ്ടിട്ടാണ് നമ്മൾ കട്ടിങ് വീഡിയോയിൽ നമ്മുടെ ബാക്ക് പീസിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. എനിക്കങ്ങനെ വരാറുണ്ട് ചില സമയത്ത്. ഒത്തിരി കപ്പ് നമ്മൾ കുഴിച്ച് വെട്ടുമ്പോൾ അങ്ങനെ എനിക്ക് എക്സ്ട്രാസ് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ക് പോർഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ കപ്പ് ഇങ്ങനെ വെച്ച് നോക്കുക എങ്ങനെയൊക്കെ ഇരിക്കും എന്നുള്ളത്, സെൻറ്ററൊക്കെ നോക്കി എടുക്കുക. അതേപോലെ തന്നെ ബാക്ക് പീസും ലൈനിങ് പീസും നല്ല ഭാഗം ലൈനിങ് പീസും ഇതുപോലെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. 2 ഭാഗങ്ങളും ഒരേപോലെ തന്നെ പ്രിൻസസ് കട്ടിൻ്റെ ഓരോ ഭാഗങ്ങളും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്കത് കപ്പ് വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ 2 ഭാഗവും വേഗം ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലൈനിങ്ങിലോട്ടാണ് നമ്മൾ ഇങ്ങനെ കപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. കപ്പിൻ്റെ സെൻറ്ററും നമ്മുടെ ലൈനിങ് ബ്ലൗസിൻ്റെ സെൻറ്ററും എടുക്കുക. എന്നിട്ട് വേണം നമ്മളിത് വെച്ച് നോക്കാനായിട്ട്. ഇങ്ങനെ വെച്ച് നോക്കണം, കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം. ഇല്ലെങ്കിൽ അത് തെന്നി മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കപ്പ് താഴത്തോട്ടും ഫ്രണ്ടിലോട്ടൊക്കെ ഇറങ്ങിയും കയറിയും ഒക്കെ നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. എപ്പോഴും ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ കപ്പ്. എന്നിട്ട് വേണം മെഷീനിൽ തന്നെ അടിക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് ഹെമ്മിങ് ചെയ്യുന്ന പോലെ ഒന്ന് തയ്ച്ചെടുക്കുക. അങ്ങനെയാണ് ചെയ്യണത്, കൈ കൊണ്ട് ഹെമ്മിങ് ചെയ്യുക. ഇപ്പം ഞാനൊക്കെ എപ്പോഴും നമ്മൾ തയ്ക്കുന്നത് കൊണ്ടിട്ട് നമ്മളത് ചെയ്ത് ശീലമുണ്ടല്ലോ, അതുകൊണ്ട് നമ്മളത് മെഷീനിൽ തന്നെ അറ്റാച്ച് ചെയ്യാണ് പതിവ്, നോർമൽ പോലെ തന്നെ. എന്നിട്ട് ഫിക്സ് ചെയ്തിട്ട് വെച്ച് നോക്കണം, നല്ല പീസിലോട്ട് വെച്ച് നോക്കണം എങ്ങനെ ഇരിക്കും, എങ്ങനെയൊക്കെയാണ് ഇത് വരുന്നതൊക്കെ നമ്മളിങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഫിഗർ വരുന്നത്. അതിന് ശേഷമാണ് നമ്മൾ നല്ല പീസ് ഇങ്ങനെ വെച്ചിട്ട് നല്ല പീസിലോട്ട് അറ്റാച്ച്മെൻ്റ് ഒന്നും വരില്ല. അതായത് നമ്മളങ്ങനെ നല്ല പീസിൽ അറ്റാച്ച് ചെയ്താലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തയ്ക്കുന്ന ഭാഗം ഇങ്ങനെ കുഴിഞ്ഞിരിക്കും. അതായത് നമ്മൾ കപ്പ് ഇങ്ങനെ സെൻറ്റർ ആണല്ലോ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റർ ഭാഗം ഇങ്ങനെ കുഴിഞ്ഞിരിക്കും. അതുകൊണ്ടിട്ട് നമ്മുടെ നല്ല പീസിൽ തയ്യൽ വരില്ല, നമ്മൾ അരികത്തെ തയ്യൽ മാത്രമേ വരാറുള്ളൂ. സെൻറ്റർ നമ്മൾ യോജിപ്പിക്കുന്നത് എപ്പോഴും ലൈനിങ് പീസിലായിരിക്കും. അതുകൊണ്ടിട്ടാണ് നമ്മൾ ലൈനിങ് പീസിലോട്ട് മാത്രം ജോയിൻ ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി എല്ലാ ഭാഗങ്ങളും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മളതിന് കഴിഞ്ഞിട്ടോ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കപ്പിൻ്റെ മേളിൽ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ട് തെന്നി മാറാണ്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലത് ഭംഗിയായിട്ട് ഇരിക്കുള്ളൂ. ഇച്ചിരി അങ്ങോട്ട് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മളിടുമ്പോഴത്തേക്കും അതിൻ്റെ ഫിഗർ മാറിയിരിക്കും. അതായത് നമ്മളിത് കപ്പല്ലേ വെക്കുന്നത്, അപ്പോൾ കറക്റ്റ് അളവെടുത്തിട്ട് സെൻറ്റർ തന്നെ ടക്ക് പോയിൻ്റ് കറക്റ്റായിട്ട് ഇട്ടിട്ട് സെൻറ്ററിൽ തന്നെ നമ്മൾ കറക്റ്റ് ജോയിൻ ചെയ്യാം. കണ്ടോ, എനിക്ക് ഇത്തിരി എക്സ്ട്രാസ് വരാറുണ്ട്, ഞാൻ വെട്ടിക്കളയും. പിന്നെ നമ്മൾ താഴത്ത് ഇതുപോലെ തന്നെ എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ട് മടക്കി അടിക്കുക. നോർമൽ നമ്മളെല്ലാ ബ്ലൗസിലും ചെയ്യുന്ന പോലെ തന്നെയാണ് എല്ലാവരും ചെയ്യുമ്പോൾ ഹെമ്മിങ്ങാണ് ചെയ്യാറുള്ളത് താഴത്ത്. ഞാനിങ്ങനെ ഡിസൈൻ ബ്ലൗസസൊക്കെ വരുമ്പോഴത്തെ അടിച്ചു കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഹെമ്മിങ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനിങ്ങനെ മെഷീനിൽ തന്നെ ചെറിയ സ്റ്റിച്ചിട്ട് അടിച്ചു കൊടുക്കും. പക്ഷേ ഭംഗി കുറവൊന്നുമില്ല കേട്ടോ, നല്ല ഭംഗി തന്നെ ഇരിക്കും. നമ്മൾ ചുളിവ് മാക്സിമം വരാണ്ട് നോക്കുക. നമ്മൾ താഴത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് അടിക്കുമ്പോൾ ചിലവർക്ക് ചുളിവ് വരാറുണ്ട്. അപ്പോൾ ചുളിവ് മാക്സിമം വരാതെ നോക്കുക. ചില ബ്ലൗസിൽ ഇങ്ങനെ ഷേപ്പിൽ വ്യത്യാസം വരാറുണ്ട്, കർവൊക്കെ വരാറുണ്ട്. കർവൊക്കെ വരുമ്പോഴ സമയത്ത് നമ്മൾ കൂടുതൽ ക്രോസ് പീസ് ഇട്ട് അടിക്കാൻ ശ്രമിക്കുക. അടിയിൽ പട്ട ക്രോസ് എടുക്കുക, ക്രോസ് എടുത്ത് അടിക്കാൻ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ
ഫ്രണ്ട് ഫിഗർ കഴിഞ്ഞു. ഇനി ബാക്ക് ഒന്നുമില്ല, ബാക്കും സെയിം തന്നെ, എല്ലാ ഭാഗങ്ങളും ഇതേപോലെ തന്നെ വളരെ ഇതായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗവും. ശരിക്കും പറഞ്ഞാൽ ബ്ലൗസ് എളുപ്പമാണ്. നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഒരു വർക്കിലാണ് കാര്യം ഇരിക്കുന്നത്. ടക്കുകളും പോയിൻറ്റും മാർക്ക് ചെയ്ത് ചെയ്യുന്നതിലാണ് ആ ഒരു ഇതിരിക്കുന്നത്. അല്ലാതെ ബാക്കി അതർവൈസ് നമ്മളെല്ലാം നോക്കണമെങ്കിൽ ബ്ലൗസ് തയ്ക്കാൻ എളുപ്പമാണ്. പിന്നെ കൈക്കുഴി, നെക്ക് വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ. നെക്ക് മാക്സിമം നമ്മളിങ്ങനെ കറക്റ്റായിട്ട് തന്നെ ചെയ്തില്ലെങ്കിൽ നെക്കിലും ഇതുപോലെ ഡിഫറൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. നെക്ക് വൈഡായി പോയി കഴിയുമ്പോൾ ഷോൾഡർ ഇറങ്ങി പോവുക, അതേപോലെ തന്നെ ആം ഹോള് ഇച്ചിരി ഇറങ്ങി പോവുക, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഇതിൽ വരാറുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ടക്ക് കറക്റ്റാകുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ബ്ലൗസിൻ്റെ ഒരു 50% വർക്ക് കഴിഞ്ഞു. ബാക്കിയെല്ലാം നമ്മളുടെ ശ്രദ്ധയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം മാനേജ് ചെയ്ത് പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ബാക്ക് പീസ് ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ഞാൻ മറിച്ചാണ്ട് അടിക്കുന്നത്. ബാക്കിലാണെങ്കിലും എല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര മടിയാണ് ഹെമ്മിങ് ചെയ്യാൻ. കാരണം നെക്ക് നമ്മൾ എന്തായാലും നെക്കും ഞാൻ സ്ലീവ്ലെസ് ബ്ലൗസിൽ നെക്കാണെങ്കിലും ഞാൻ അടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഡിസൈൻ ബ്ലൗസ്, ലൈൻ ബ്ലൗസൊക്കെ ആണെങ്കിൽ, ലൈനിൻ്റെ ഡിസൈനൊക്കെ ആണെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. കാരണം അതങ്ങനെ വൃത്തികേടാവില്ല. ഇങ്ങനെ ഡിസൈൻ പ്ലെയിൻ ബ്ലൗസിലൊക്കെയാണ് നമ്മൾ കൂടുതൽ ഹെമ്മിങ് ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള ബ്ലൗസുകളിലെല്ലാം നമ്മൾ പതിച്ചങ്ങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, കുഞ്ഞ് നേരിയ ചെറിയ സ്റ്റിച്ചിട്ട് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഇരിക്കും. എനിക്കങ്ങനെ എൻ്റെ കസ്റ്റമേഴ്സിന് അങ്ങനെയൊന്നും വലുതായിട്ടൊന്നും തോന്നാറില്ല. അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് ബ്ലൗസ് അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ടോ, പട്ട പിടിപ്പിച്ചു, ബാക്ക് പട്ടിൽ രണ്ടും പട്ട പിടിപ്പിച്ചു, നെക്കിൻ്റെ വിത്തൊക്കെ നോക്കി എല്ലാം നോക്കി. ഇത് ഒരു ഏകദേശം നമ്മുടെ ബാക്കിൽ ഒരു വർക്ക് കഴിഞ്ഞു. നെക്കാണ് ഇനി ചെയ്യാനുള്ളത്. നെക്ക് ഞാൻ ഒന്ന് ലെവലാക്കി വെട്ടി, അത് നമ്മൾ എക്സ്ട്രാസ് ഉണ്ടാവില്ലേ വെട്ടി, എന്നിട്ട് നമ്മൾ ക്രോസ് പീസ് ജോയിൻ ചെയ്യുക കേട്ടോ. ഞാൻ ക്രോസ് പീസ് തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പൈപ്പിംഗ് ഒന്നും വെക്കുന്നില്ല, നോർമൽ. ഇതിൽ അർജൻറ്റ് വർക്കായിരുന്നു, പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് നെക്കൊന്നും ഇരുന്ന് ഹെമ്മിങ് ചെയ്യാൻ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നെക്കിലേക്ക് ക്രോസ് പീസ് ഇട്ടിച്ച് കൊടുക്കുകയാണ്. അതിന് മുന്നേ നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. രണ്ട് ഷോൾഡറും ഒരേപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ നെക്കിലേക്ക് പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യേണ്ടത്. പൈപ്പിംഗ് എടുക്കുക, നെക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ബാക്കിലാണല്ലോ ഓപ്പൺ, അപ്പോൾ ബാക്കിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ക്രോസ് നമ്മൾ വെച്ച് അടിച്ചു കൊടുക്കണുണ്ടോ. ഇത് ഞാൻ ഒത്തിരി സ്പീഡിലാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം ഭയങ്കര ലാഗായിപ്പോൾ, ഒത്തിരി ലാഗായി കഴിഞ്ഞാൽ പിന്നെ കാണാനൊരു ഇതുണ്ടാവില്ല. ഒന്ന് പതിച്ച്, അതിന് ശേഷം ഒന്ന് പതിച്ചടിക്കുക. പൈപ്പിങ്ങിന് മുകളിലേക്ക് അടിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ചെയ്തത് ഉള്ളിലേക്ക് മടക്കി, എക്സ്ട്രാസ് വെട്ടി കളഞ്ഞിട്ട് ഉള്ളിലേക്ക് മടക്കി ഞാനത് നെക്ക് ഫിനിഷ് ചെയ്യുകയോ ചെയ്തത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എനിക്കത് ഹെമ്മിങ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. നെക്ക് ഞാൻ മാക്സിമം ഹെമ്മിങ് ചെയ്ത് തന്നെ കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അത്രയും ഫിനിഷിങ് ഉണ്ടാവില്ല. ഇതിപ്പോൾ എന്താ പറയുകയെന്ന് വെച്ചാൽ നെക്കും കൈ സ്ലീവ്ലെസ് ആണല്ലോ. അപ്പോൾ കൈയും നെക്കും ഹാൻഡും എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ക്രോസ് ഇട്ടിട്ട് പതിച്ചടിക്കുക ചെയ്തത്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഹെമ്മിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ വേണം. എനിക്ക് നെക്കും അതുപോലെ ഹുക്കും ലൂപ്പെല്ലാം പിടിപ്പിക്കണതിന് എങ്ങനെ പോയാലും 1/2 മണിക്കൂർ എനിക്ക് എടുക്കും. എങ്ങനെയൊക്കെ ആണെങ്കിലും അത് 25 മിനിറ്റ്സെങ്കിലും എനിക്ക് കുറഞ്ഞത് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും സമയം മെനക്കെട്ട് ഇരുന്ന് തയ്ക്കാനുള്ള ഒരു ക്ഷമ സത്യം പറഞ്ഞാൽ എനിക്കില്ല. അതാണ് എൻ്റെ മെയിൻ കാര്യം. അതാണ് ഞാനിങ്ങനെ ഇത് തയ്ക്കാത്തതിൻ്റെ ഹെമ്മിങ് ചെയ്യാത്തതിൻ്റെ കാര്യം. പിന്നെ എനിക്ക് അധികമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പുറത്താറുണ്ടായാലും കയ്യിൽ ഹെമ്മിങ് ചെയ്യാൻ കൊടുക്കും. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. അപ്പം നമ്മുടെ നെക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് വരുന്നത്. നമ്മൾ നന്നായിട്ട് പതിച്ച് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നെക്ക് കറക്റ്റ്. ഇത് ഞാൻ വലിച്ച് കളയണത് നമ്മുടെ പുറത്തൊരടിപ്പുണ്ടാവുമല്ലോ. അതായത് നമ്മൾ ആദ്യമേ തന്നെ നമ്മളിങ്ങനെ
പതിച്ചടിക്കുമ്പോൾ അടിപ്പില്ലേ അതങ്ങ് പൊട്ടിച്ച് കളയാം കേട്ടോ. നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ പണി വർക്കെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ആം ഹോളിൻ്റെ പിടിപ്പിക്കാം. ആം ഹോളിൽ നമ്മൾ പൈപ്പിങ് പിടിപ്പിക്കാം. പൈപ്പിങ് എല്ലാം ക്രോസ് പിടിപ്പിക്കുക. ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക, അടിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ നെക്ക് എങ്ങനെ ഫിനിഷ് ചെയ്തു സെയിം തന്നെ പ്രൊസീജിയർ തന്നെ ചെയ്തു. ഇത് ഞാൻ പതിച്ചാണ്ട് അടിച്ചേക്കുന്നത്, മീൻസ് ഹിമ്മിങ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഏറ്റവും ബെറ്റർ എന്താണെന്നറിയാമോ, നമ്മൾ പൈപ്പിങ് ഇട്ട് കൊടുക്കുക, ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ. പണ്ടൊക്കെ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റെഡിമെയ്ഡിൽ കാണുന്നില്ലേ, റെഡിമെയ്ഡിൽ കാണുന്ന പോലെ ഇങ്ങനെ നമ്മൾ പൈപ്പിങ്ങൊക്കെ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ കഴുത്തും 2 പീസൊക്കെ ഷോൾഡറെല്ലാം ജോയിൻ ചെയ്തിട്ട് പൈപ്പിങ് ചെയ്യും. നെക്കും അതേപോലെ തന്നെ ആം ഹോളും എല്ലാം പൈപ്പിങ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ കൊണ്ട് നമ്മുടെ കപ്പൊക്കെ വെച്ച് ഫിനിഷ് ചെയ്യണത്. ശരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസ് പോലെ തന്നെ അകത്ത് നമ്മുടെ ഈ സീവിങ്ങിൻ്റെ അതായത് തയ്യലിൻ്റെ ഒരു ഇതും ഉണ്ടാവില്ല. ഭയങ്കര എന്താ പറയുക, ഭംഗിയിൽ നമുക്ക് ഈ പൈപ്പിങ് ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും ചെയ്യാം. നമ്മൾ പെട്ടെന്ന് ആ ഒരു മെത്തേഡ് ആരും ഓർക്കാറില്ല. റെഡിമെയ്ഡ് ബ്ലൗസ് തയ്ക്കുന്നവർക്ക് അതിങ്ങനെ ഓർക്കും. കാര്യം അതിനകത്തൊന്നും അരികോ സൈഡോ അതേപോലെ തന്നെ ഇത് ഷോൾഡറിൻ്റെ അവിടുത്തെയുള്ള തയ്യലോ ഒന്നും തന്നെ കാണാൻ പറ്റില്ല, ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ബ്ലൗസ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് സൈഡാണ്. സൈഡിൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്കൊരു 31 വണ്ണമാറ്റേ ആ കുട്ടിക്ക് ഉണ്ടായുള്ളൂ എന്നാണ്. അപ്പോൾ ഒരു ഭാഗത്ത് 8:30 8:45 എടുത്താൽ മതി. താഴത്തെ 6:30 6 6:15 ആ ഒരു വൃത്തിലെടുത്താൽ മതി. അത്രയും വണ്ണമുള്ളൂ ആ കുട്ടിക്ക്. അപ്പോൾ ആ മെഷർമെൻറ്റ് നമ്മൾ നമ്മുടെ മെറ്റീരിയൽ അളവിൽപ്പെടുത്തി കഴിഞ്ഞിട്ട് 2 സൈഡും അങ്ങ് കൂട്ടിയിടുക. കാര്യം നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ്. പ്രോസസ്സിങ് കഴിഞ്ഞു, നെക്ക് കഴിഞ്ഞു, ഷോൾഡറെല്ലാം നമ്മൾ പതിച്ചടിച്ചു, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത്രയും ശരിക്കും നമ്മുടെ പണിയുള്ളൂ. നമ്മളിതങ്ങനെ ഫിനിഷ് ചെയ്തടിക്കുക. 2 സൈഡ് 2 ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ചിങ് ഫിനിഷ് ചെയ്യുക. അത്രയുള്ള പരിപാടി. ഇനി ഇൻ കേസ് നമ്മുടെ ഫ്രണ്ട് പീസ് ബാക്ക് പീസിനേക്കാളും വലുതാണ് അങ്ങനെ തോന്നുന്ന സൈഡിൽ ടക്കിട്ട് കൊടുക്കണം കേട്ടോ. അതിപ്പോൾ കോമൺ ആണ് ടക്കിട്ട് കൊടുക്കൽ, വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമില്ല. അതൊരു സൈഡിൽ ടക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരേപോലെ ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസ്. അയൺ ചെയ്തിട്ടില്ല കേട്ടോ, ആ തയ്ച്ച പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.